ഹലോ അസ്സാം വലൈക്കും. ഇന്നൊരു ചെറിയൊരു ട്രിപ്പ് പോവുകയാണേ. ഒരു വൺ ഡേ ട്രിപ്പ്. അങ്ങനെ പ്രത്യേകിച്ച് വലിയ പ്ലാനിങ് ഒന്നും ഇല്ലാത്തൊരു ട്രിപ്പാണ്. പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം പാലക്കാടാണ് കേട്ടോ. അപ്പോൾ കിട്ടാവുന്ന സ്ഥലങ്ങൾ പാലക്കാടൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് പോരാന്നുള്ള പ്ലാനാണ്. പോണ വഴിയിൽ പെട്രോളൊക്കെ അടിച്ച് യാത്ര തുടങ്ങിയിട്ടാ. ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ ഇറങ്ങിയത്. കുതിരാനിൽ കയറിയപ്പോൾ എടുത്തൊരു വീഡിയോ ആണേ. കുതിരാൻ ഇങ്ങനെയൊക്കെ ആക്കിയതിന് ശേഷം ആദ്യമായിട്ടാണ് പോണത് കേട്ടോ. അപ്പം അതൊരു ചെറിയൊരു കൗതുകം തോന്നി, അങ്ങനെ എടുത്ത വീഡിയോയാണ്. പതിവ് പോലെ ഞങ്ങൾ 2 വണ്ടിയിലായിട്ടാണ് കേട്ടോ പോണത്. ഞങ്ങൾ 3 ഫാമിലി ഉണ്ട്. ആദ്യം ഞങ്ങൾ പോയത് ബേക്കൽ കോട്ടയ്ക്കാണ്. ടിപ്പു സുൽത്താൻ്റെ കോട്ടയെ ഒന്ന് കാണാനായിട്ട് പോയതാണ്. അവിടേക്കൊന്ന് ചുറ്റിക്കണ്ട് വരാമെന്ന് വെച്ച്. അപ്പോൾ അവൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറച്ചങ്ങോട്ട് പോയപ്പോൾ തന്നെ ഇതുപോലെ കുളമല്ല, തടാകമല്ല, പുഴയല്ല, തോടല്ല, എന്തോ ഒരു സാധനം. അതിൽ കുറേ ആമകളും മീനുകളും ഉണ്ടായിരുന്നു. പിന്നെ ഇതാ പോണത് ഞങ്ങളുടെ ഉമ്മച്ചിയാണ് കേട്ടോ. ഇത് മൊത്തം ചുറ്റി നടക്കാൻ എന്നെക്കൊണ്ട് വയ്യാന്നും പറഞ്ഞ് ഇരിക്കാനൊരു സ്ഥലം നോക്കി പോയതാണ് ആൾ. പിന്നെ ഞങ്ങളവിടെ മൊത്തം ചുറ്റി നടന്ന് ഒന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ അവിടെ തിരിച്ചു പോന്നു. പിന്നെ ഞങ്ങൾ രണ്ടാമതായിട്ട് പോയത് കൽപ്പാത്തിയിലേക്കാണ്. കുറേ നാളായി സിനിമകളിലും ടി വിയിലൊക്കെ കാണുമ്പോൾ വിചാരിക്കണം ഇവിടെ ഒന്ന് പോകണമെന്ന്. ഏതായാലും പാലക്കാട് വരെ എത്തിയല്ലേ, എന്നാൽ പിന്നെ കൽപ്പാത്തിയും കണ്ടു കളഞ്ഞേക്കാന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയതാണ് കേട്ടോ. നമ്മളുടെയൊക്കെ ഒരു നേച്ചറിന് തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ. ശരിക്കും നല്ലൊരു വൈബ് തന്നെയാണ് കേട്ടോ അത്. അവിടെ ചെന്നത് മാത്രമല്ല, ടേസ്റ്റ് ഓഫ് കൽപ്പാത്തി എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ ഞങ്ങൾ കയറിയിട്ടാണ്. അവിടെ ചെന്നപ്പോൾ ഉണ്ട് അവിടെ അടയും മൈസൂർ പാക്കൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ്. അത് ഞങ്ങൾ കുറച്ച് മേടിച്ചിട്ടാണ് അവിടെ നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടാണ്. അത് കഴിച്ച് നോക്കിയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങൾ കഴിച്ച അടയും മൈസൂർ പാക്കൊന്നും അല്ലായിരുന്നു ഇതുവരെ കഴിച്ചത്. അത്രയും നല്ല ടേസ്റ്റായിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോയത് കപിലവസ്തു എന്ന് പറഞ്ഞ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിലേക്കാണ്. ഉച്ചക്ക് ഫുഡ് കഴിക്കാനുള്ള ടൈമായേ. അപ്പോൾ പിന്നെ അവിടെ കയറി കുറച്ച് പേര് മീൽസ് ഓർഡർ ചെയ്തു, കുറച്ച് പേര് ലെമൺ റൈസ്, കുറച്ച് പേര് കേർഡ് റൈസ്, അങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് ഓർഡർ ചെയ്തു. ഫുഡ് കഴിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഈ പാലക്കാടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല. ശരിക്കും നാട്ടിൻ പ്രദേശത്ത് നമ്മൾ ചെന്നിറങ്ങുമ്പോൾ ആ ഫീലിങ്സ് അനുഭവിച്ചറിഞ്ഞ് നമ്മൾ അത്രയും നല്ല രസമുള്ള വഴിയോര കാഴ്ചകളായിരുന്നു കേട്ടോ. പോണ വഴിയിൽ മയിലുകളെയും ഒക്കെ കണ്ടിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് മുതലമട റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. വെട്ടൻ സിനിമയിലെ ഒരു ഭാഗം ഉണ്ടല്ലോ അതിൽ. അപ്പം അങ്ങോട്ടൊന്ന് പോയി ആ റെയിൽവേ സ്റ്റേഷൻ കാണാനായിട്ട്. നല്ലൊരു അന്തരീക്ഷമായിരുന്നു കേട്ടോ അവിടെ. അങ്ങനെ വലിയ തിക്കും തിരക്കൊന്നും ഇല്ലാത്തൊരു ലോക്കൽ റെയിൽവേ സ്റ്റേഷനാണത്. അവിടെ ചെന്ന് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ ഞങ്ങളവിടെ ഇരിക്കുന്ന സമയത്ത് തന്നെ ഒരു ട്രെയിൻ പാസ് ചെയ്തു. പിന്നെ കുറച്ച് റീൽസും ഇതുപോലെ സ്ഥലങ്ങളിലൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാവുമല്ലോ കുറച്ച് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാൻ. അതൊക്കെ എടുത്ത് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് നേരെ പോയത് കൊല്ലങ്കോടുക്കാണ് കേട്ടോ. പാലക്കാട് പോകണമെന്ന് പറഞ്ഞിരുന്നു കൊല്ലങ്കോട് എന്തായാലും കയറണമെന്നു. അപ്പോഴേക്കും ഏകദേശം ഒരു 4:30-5 മണിയൊക്കെ ആയിട്ടുണ്ടായി. കുടിലിടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ആദ്യം പോയത്. അവിടെ ടിക്കറ്റൊക്കെ എടുക്കാനുണ്ടായിരുന്നു. ടിക്കറ്റൊക്കെ എടുത്ത് അകത്ത് കയറി കഴിഞ്ഞപ്പോൾ കാണാനുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടില്ലേ. അപ്പോഴേ തുടങ്ങിയുള്ള മോഹമായിരുന്നു ഇവിടെ ഒന്ന് പോകണം എന്നുള്ളത്. ഇക്കാനോട് വരുന്നതിന് മുൻപേ ഇവിടെ പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവസാനം ഞങ്ങൾ അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ശരിക്കും നെല്ലും നെൽക്കതിരൊക്കെ ഇത്ര അടുത്ത് കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഞാനിങ്ങനെ ഒരു നെല്ല് കൈകൊണ്ട് തൊടുന്നത്. ഭയങ്കര ഒരു സന്തോഷമായിരുന്നു. നല്ലൊരു മനസ്സിനൊക്കെ നല്ല കുളിർമയേകുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ്. അതിനിടയിൽ കുറേ പൂക്കളും ഒക്കെ വെച്ച് പിന്നെ നമുക്കിങ്ങനെ ഫോട്ടോസും റീൽസൊക്കെ എടുക്കാൻ തന്നെ അവർ തന്നെ കുറേ സ്ഥലങ്ങൾ സജ്ജീകരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതിലൊക്കെ ഒന്ന് കയറി ചുറ്റി നടന്ന് എല്ലാം ഒന്ന് കണ്ട് കാണാൻ മാത്രമല്ല ഫോട്ടോയും റീൽസും ഒക്കെ എടുക്കുകയും ചെയ്ത്. ശരിക്കും നമ്മൾ കുറേയൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണവും അങ്ങനെയൊക്കെ തോന്നില്ല. ഇവിടെയൊക്കെ വന്നിങ്ങനെ നടന്ന് കുറേ നേരം ഇങ്ങനെ ചുറ്റി നടന്നിട്ടും ടൈം പോണതും അറിയണില്ല, ഒട്ടും ക്ഷീണവും അറിയണില്ല. നല്ല വൈബായിരുന്നു, നല്ല രസമായിരുന്നു. ഇങ്ങനെ നെല്ലൊക്കെ ഇത്ര അടുത്തൊക്കെ കാണാനും തൊടാനൊക്കെ പറ്റുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ. മക്കൾക്കും ഈ ഒരു അനുഭവം ഫസ്റ്റാണ് കേട്ടോ. അവരോട് ഞങ്ങൾ പറഞ്ഞു കൊടുക്കിയിരുന്നു അരി നമ്മൾ കഴിക്കുന്ന ചോറൊക്കെ ഇതിൽ നിന്നാണ് ഉണ്ടാവണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് വരെയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോന്നു കേട്ടോ. പോന്ന് ഞങ്ങൾ പിന്നെ ഓരോ ഐസ്ക്രീം കഴിച്ചു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കൽപ്പാത്തിയിൽ നിന്ന് മേടിച്ച അട കഴിച്ചിട്ടുണ്ടായിരുന്നില്ല, അത് കഴിച്ചു കേട്ടോ. എൻ്റെ പൊന്നു, അടയും മൈസൂർ പാക്കും ഒരു രക്ഷയില്ല കേട്ടോ. ജീവിതത്തിൽ ഇത്രയും ടേസ്റ്റുള്ള അടയും മൈസൂർ പാക്കും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു കേട്ടോ. 7 മണിയൊക്കെ ആയപ്പോഴേക്കും പോരുന്ന വഴിയിൽ തൃശ്ശൂർ എത്തിയപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. നല്ല റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ, നല്ല ഫുഡും ആയിരുന്നു. പിന്നെ അത് തന്നെയല്ല, മക്കൾസിന് കളിക്കാനൊക്കെ ആയിട്ട് ചെറിയൊരു പാർക്കൊക്കെ അവരവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ മക്കൾ ഒക്കെ ഹാപ്പി ആയിരുന്നു. പിന്നെ കിളികൾ, അക്വേറിയം അതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കണ്ട് കുറച്ച് നേരം അവിടെ അങ്ങനെ സ്പെൻഡ് ചെയ്ത് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ പോകുന്നു കേട്ടോ. വീട്ടിലോട്ടാണ് പോകുന്നത്. വീട്ടിലെത്തിയപ്പോൾ ഏകദേശം ഒരു 11:30 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കേ.